തല നിറച്ച് എണ്ണ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടേ. രാത്രി മഴയിൽ പൊഴിഞ്ഞു വീണ നമ്മുടെ മുറ്റത്തെ പൂക്കളാ. ദേ അങ്കുവിൻ്റെ ടിഫിൻ പാക്ക് ചെയ്യാണേ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഉള്ളി കുറച്ചൊന്ന് വഴറ്റിയിട്ട് ഒരു മുട്ടയും കൂടെ ഒന്ന് ചിക്കി എടുത്ത് ഒരു മസാല പോലെ. സംഭവം ഡ്രൈയും അല്ല ഗ്രേവിയും അല്ല, ഒരു കുഴഞ്ഞ രീതിയിൽ. കൂടെ ഞാൻ ചപ്പാത്തി ആട്ടോ. കാരണം അവന് മുട്ട മുഴുവനേ വെക്കേണ്ടമ്മ, ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ എളുപ്പമാണ്. അവിടെ മുട്ടയൊന്നും കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഒരു വിഷമല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത്. പിന്നെ ഡേറ്റ്സും. അങ്ങനെ ആശ സ്കൂളിൽ പോയി കേട്ടോ. രാത്രി മഴയിൽ പൊഴിഞ്ഞു വീണ നമ്മുടെ പൂക്കൾ, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പൂക്കൾ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? നമ്മുടെ തെച്ചിപ്പോലെ പൂ പോലെ ഇരിക്കും കാണാൻ. പേരൊന്നും എനിക്കറിയത്തില്ല. ചെറിയ കറയൊക്കെ ഉണ്ട് അതിനകത്ത്, കായും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല ഭംഗിയാണ് ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്ന കാണാൻ. ഇന്ന് രാക്കേഷ് ശരിക്കും ഡൽഹിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ഒരു കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ നേരത്തെ, കുറച്ച് സമയത്തിലും നേരത്തെ ഇറങ്ങണം. വൈകുന്നേരം ലേറ്റായിട്ടേ വരത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഡിന്നറും കാര്യങ്ങളും ഒന്നും വേണ്ട എന്നും പറഞ്ഞു. ദേ പുള്ളി റെഡി ആയിട്ട് വണ്ടി വരുന്നതും കാത്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നും നമ്മുടെ രാക്കയ്ക്ക് സ്മൂത്തി കഴിക്കുമ്പോൾ മനം പരട്ടത്തില്ലേന്ന് കേട്ടോ. അത് നമുക്ക് രാക്കയോട് തന്നെ ചോദിക്കാവേ. അപ്പോൾ ഈ ഡേറ്റ്സാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ, വലിയ ഡേറ്റ്സ്. അത് നമ്മുടെ അജ്ഫാനിന്ന് വാങ്ങിച്ചതാ. ശരിക്കും കേരളത്തിൽ നിന്ന് ഉള്ള ബ്രാൻഡാണെങ്കിലും ഞങ്ങൾ കർണാടക എത്തിയപ്പോഴാണ് വാങ്ങിച്ചത് കേട്ടോ, നമ്മുടെ കേരള ട്രിപ്പിൽ. അപ്പോൾ രാക്കേക്ക് ഇതേ സ്മൂത്തി കൊടുത്തിട്ട് ചോദിക്കാൻ പോവാ ഞാൻ. ഇല്ല രാക്കേ, എന്നും ഇത് കുടിക്കുന്നത് മനം പറിക്കത്തില്ലെന്ന് ചോദിക്കുന്ന ആളുകൾ. എൻ്റെ സംശയം കേട്ടോ സത്യത്തിൽ. മടുക്കത്തില്ലേന്ന് ഡെയിലി? ശനി ഞായർ മാറും, ഉള്ളി മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ. വന്നോ വണ്ടി? എനിക്ക് ഈ സ്മൂത്തി ഒന്നും പറ്റത്തില്ല കേട്ടോ. രാക്കയ്ക്ക് ഇപ്പോൾ ശീലമായി, ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അങ്ങനെ വണ്ടി വന്ന് രാക്ക ഇറങ്ങുകയാണേ. ആ ഓക്കെ. രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നേ, അതാ ഇവിടെയൊക്കെ തെളിഞ്ഞ് കിടക്കുന്നത്. എന്തായാലും അങ്ങ് പോയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. രാക്കെ ഇപ്പോൾ ഇറങ്ങുമ്പോഴും മഴയൊന്നും ഇല്ല. മഴയാണെങ്കിൽ നമുക്ക് ഈ യാത്ര ചെയ്യാനാണ് ബുദ്ധിമുട്ട്. വീട്ടിൽ ഇരുന്ന് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. പക്ഷെ ഇറങ്ങി നടക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ശരിക്കും ഒരു ലേസി ഡേ ആട്ടോ. മൊത്തത്തിലൊരു മടി പിടിച്ച ദിവസം. കാരണം രാക്കേക്ക് ഇനിയിപ്പോൾ ലഞ്ചും ഡിന്നറും ഒന്നും വേണ്ട എന്നൊരു മനസ്സിൽ ഇതുള്ളത് കൊണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടുന്നേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഇനി എന്തായാലും അങ്കു വരുമ്പോൾ വൈകുന്നേരം 4 മണിയാവും. അപ്പോൾ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. അവനെന്തായാലും ഫുഡ് ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും കഴിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു ദിവസം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നംകീൻ ഇരിപ്പുണ്ടായിരുന്നു. ഇത് ശരിക്കും ഇവിടെ വന്ന ആരോ കൊണ്ടുവന്നതാണ്. അതെ, ഇവിടുത്തെ കാരണം നംകീനാട്ടോ. സേവ് എന്ന് പറയും. ഇതിനകത്ത് പോലെ കപ്പലണ്ടി ഒന്നും അതിനകത്തില്ല, സിമ്പിൾ പ്ലെയിൻ സേവാണ്. എന്നെ ഒരുപാട് എരിവൊന്നുമില്ല, അതുപോലെ തന്നെ ഉപ്പും അധികം ഇല്ല കേട്ടോ. ഇത് ശരിക്കും ഇവിടെ സേവ് ടമാട്ടർ എന്ന് പറഞ്ഞ ഒരു കറി ഉണ്ടാക്കും. ശരിക്കും രാജസ്ഥാനി ഒരു സംഭവമാണത്. നമ്മുടെ തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഈ സാധനമൊക്കെ ഇട്ടിട്ട് ഇതൊരു സൈഡ് ഡിഷായിട്ട് ഇവിടെ കഴിക്കാറുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെയാണ് വലിയ പാക്കറ്റൊക്കെ. അപ്പം ഞാൻ ദേ ചോക്കോ ചിപ്പിൻ്റെ കേക്കും ഇരിപ്പുണ്ട്. ഒരു ചായ ഇട്ട് ഇതും തൽക്കാലം കഴിക്കാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴും ഒക്കെ കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്, എപ്പോഴും ഒന്നും കഴിക്കത്തില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇത് തീർക്കുകയും ചെയ്യണം. ഇതൊന്നും വലിയ ഇവിടെ ക്രേസ് ഉള്ളവരൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കേടാവുന്നതിന് മുന്നേ ഞാൻ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ ഒരു ചായ ഇട്ടു. എനിക്ക് ചായ ഇല്ലാതെ ഇതിൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കുന്ന ഒരു വിഷമമാണ്. ഇപ്പോൾ ഒരു വലിയ കടുപ്പവും ഇല്ല. അങ്ങനെ ഒരു ചായയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റിലാക്സ്ഡ് ആയിട്ട് എൻ്റേതായ ഒരു ലേസി ഡേ ആണിന്ന്. പിന്നെ കുറച്ച് സിനിമകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട് കാണാൻ വേണ്ടി, നമ്മുടെ OTT പ്ലാറ്റ്ഫോംസിൽ. ഏതാണ്ടൊക്കെ ലാംഗ്വേജായി ഇപ്പം, മൊഴി മാറിയൊക്കെ നമ്മുടെ മലയാളത്തിൽ വരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. തെലുങ്കൊക്കെ. തമിഴ് പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ, തെലുങ്കാണ്. അത് ശരിക്കും മലയാളത്തിൽ നമുക്ക് നല്ല മൂവീസൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് കോട്ടെന്ന് പറഞ്ഞൊരു മൂവിയുണ്ട് തെലുങ്കിൽ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എടുത്ത് കാണണം, നല്ല മൂവിയാണ്.
കോട്ട് എന്നാണ്, തെലുങ്ക് മൂവിയാണ്. അതിനകത്ത് വലിയ ഹൈഫൈ ആളുകളോ ഒന്നുമില്ല, പക്ഷെ നല്ലൊരു മൂവിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒരുപാട് മൂവീസ് ഉണ്ട് കേട്ടോ. പിന്നെ പ്ലാൻ ബി എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി, ഐശ്വര്യ രാജേഷിന്റെ തമിഴ് മൂവിയാണ്. തമിഴ് മനസ്സിലാവുന്നവർ തമിഴിൽ തന്നെ ഇട്ട് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് മലയാളത്തിനെ കാട്ടിയും. കാരണം അതിൻ്റെ ആ ഒരു തമിഴ് സ്ലാങ് എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. പിന്നെ 2021 മൂവിയാണ്. ഇതൊക്കെ അധികം ഹിറ്റായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഇതൊക്കെ നല്ല മൂവീസാണ്. അങ്ങനെയുള്ള കുറച്ച് മൂവികളൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ തപ്പിപ്പിടിച്ചിരുന്ന് കാണും കേട്ടോ. നമ്മുടെ മനസ്സും ഒന്ന് റിലാക്സ് ആവും. പിന്നെ എന്തായാലും ഇന്നൊരു 1 പോട്ട് മീൽ എങ്ങാനേ ഉണ്ടാക്കുന്നുള്ളൂ, അതും തൈരും പിന്നെ അച്ചാറും എന്തെങ്കിലും ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലഞ്ചും ഇന്നിങ്ങനെ അങ്ങ് ഒഴിയുമല്ലോ. പിന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കേണ്ട ദിവസമാണ്. ഞാൻ മിക്കപ്പോഴും വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് തല എണ്ണ തേച്ച് കുളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 1 പോട്ട് മീല്. സിമ്പിൾ ഒരു മസാല റൈസ് പോലെ കുക്കറിൽ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുണ്ടാക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതുപോലെ ഞാൻ മഷ്റൂം റൈസ് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് എന്തെങ്കിലും എൻ്റെ കൈ കിട്ടിയാലും ഞാനൊരു റൈസ് പോലെ ആക്കുക. എനിക്ക് പെട്ടെന്ന് റൈസ് ഉണ്ടാക്കാൻ ഇഷ്ടമാട്ടെ, ഈ മസാല റൈസ്. അതിൻ്റെ കൂടെ തൈരും പിന്നെ ഈ അച്ചാറ് നമ്മുടെ അമ്മ ഇവിടെ വന്നപ്പോൾ ഇട്ടിട്ട് പോയതാണ്. ശരിക്കും 2 ടൈപ്പിലെ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങയുടെ. ഇത് രണ്ടാമത്തെ ഞാൻ ഇന്ന് പൊട്ടിച്ചേ ഉള്ളൂ. എൻ്റെ ദൈവമേ എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാം, നല്ല പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുക, കുറച്ച് നേരം ഇരുന്ന് പിടിക്കട്ടെ. അങ്കു വന്നിട്ടേ ട്യൂഷന് പോകുന്ന സമയത്ത് എനിക്കറി കുളിക്കുന്നുള്ളൂ. അത്രയും നേരം കൊണ്ട് നമ്മുടെ തലയിൽ ആ എണ്ണ പിടിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അങ്കു സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോകാൻ ഇറങ്ങുകയാണേ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഡിന്നറും രാക്കെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. എന്തായാലും നമ്മുടെ പുറത്തെ ഒരു കോലം കാണിച്ചു തരാം കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴ പെയ്യും നിൽക്കും. എന്തായാലും ചാറിലില്ലാതിരിക്കത്തില്ല. തുണിയൊന്നും അങ്ങനെ ഇപ്പം നമുക്ക് വിരിച്ചിടാൻ പറ്റത്തില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. ആകാശം ഇപ്പം തെളിഞ്ഞ പോലൊക്കെ ഇരിപ്പുണ്ട്. കാറും വരുന്നുണ്ടേ, മഴക്കാറ്. വലിയ ശല്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഈ യാത്ര ചെയ്യുന്നവർക്കായിരിക്കും ബുദ്ധിമുട്ട്. ചൂടിനൊരു കുറവുമില്ല, നല്ല പുഴുക്കമാണ്. നമുക്ക് അകത്തിരിക്കുമ്പോൾ ശരിക്കും പുഴുകിയിട്ടേ. നമ്മൾ നാട്ടിൽ ശരിക്കും മഴയൊക്കെ നന്നായിട്ട് പെയ്ത ഒരു തണുപ്പ് കിട്ടത്തില്ല നമ്മുടെ നാട്ടിൽ. ഇത് ഇത്രയും മഴ പെയ്തിട്ടും എന്തോരം പുഴുക്കമാണെന്നറിയാമോ. അപ്പോൾ കാറ് മൂടി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും മഴയുണ്ട്. ആ ബ്ലോക്കിൽ ആ പച്ച കളറിലെ ഒരു ഇതൊക്കെ കെട്ടി നടുക്ക് സെൻട്രലായിട്ടൊരു വീട് കണ്ടില്ലേ, അവിടെ അങ്ങ് ട്യൂഷന് പോകുന്നത് കേട്ടോ. നേരത്തെ ഇവർ കുറച്ചും കൂടെ അങ്ങോട്ടായിരുന്നു, കുറച്ച് നടന്ന് 3-4 ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പോകണമായിരുന്നു. ഇപ്പോൾ പിന്നെ മഴയായാലും വെയിലായാലും എന്തായാലും അവൻ ഓടിപ്പിടച്ചൻ കയറിയാൽ മതി. ഇപ്പോൾ ഡിന്നറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഡിന്നർ ഇന്ന് ഞാൻ ഇപ്പോൾ എന്തായാലും വിചാരിക്കുന്നു പുറത്തുനിന്ന് വല്ല വാങ്ങാമെന്ന്. അത് വലിയ പണിയുമില്ല. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഡിന്നർ നമ്മുടെ ഹരബര കബാബ്, അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നി, പിന്നെ മട്ടർ പനീർ, പിന്നെ മുട്ടക്കറി, റൊട്ടി. അപ്പോൾ നമ്മുടെ കേരളത്തിലോട്ടുള്ള റോഡ് ട്രിപ്പിൽ നമ്മൾ കേരളം കയറിയിട്ടോ. രാത്രിയായപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തി, നമ്മുടെ നാട്ടിലെത്തി. നമ്മളപ്പോൾ ഇവിടെ തന്നെ ഇന്നങ്ങ് സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു, കാരണം രാത്രിയായല്ലോ. അപ്പോൾ കുറച്ച് രാത്രിയായി എത്തിയപ്പോൾ നമ്മൾ അവിടെ തന്നെയുള്ളൊരു റിസോർട്ട്, ശ്രീ ഗോകുലം എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ് നമ്മൾ എത്തി. അങ്കു ക്ഷീണിച്ചു കേട്ടോ, അവനൊറ്റ കിടപ്പായിരുന്നു. ഒരാൾക്ക് ഫ്രഷ് ആകുമ്പോൾ ഞാനും ഇനി ഒന്ന് ഫ്രഷായിട്ട് കിടക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ നാടെത്തിയിട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗാണ്. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായി ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ പുറത്ത് കഥകളിയും കാര്യങ്ങളൊക്കെ. അങ്കു എൻ്റെ അടുത്ത് ആദ്യമേ വിളിച്ച കേട്ടോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ കഥകളിയുടെ ആൺവേഷവും പെൺവേഷവും ഒക്കെ ഉണ്ട്, കുറേ ആളുകളും. പിന്നെയാണ് നമുക്ക് കാര്യം മനസ്സിലായത്, ഇവിടെ കല്യാണ പാർട്ടികൾ താമസിക്കുന്ന റിസോർട്ടാണ്. മെയിൻലി കല്യാണങ്ങൾ, സേവ് ദ ഡേറ്റ്, എൻഗേജ്മെൻറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ വെച്ച് നടത്തും. അപ്പോൾ ഞങ്ങൾ നിന്ന ദിവസം തന്നെ കുറേ സംഭവങ്ങൾ 1, 2, 3 പാർട്ടിക്കാരുടെ ഉണ്ടായിരുന്നു. കുറേ റൂംസും ഉണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കല്യാണത്തിനൊക്കെ ഒരുങ്ങി. ഒരു കല്യാണത്തിന് പോകുന്നവരാണോ എന്തോ. പിന്നെ അല്ലാതെ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണ പെണ്ണിൻ്റെ കൂടെയുള്ള ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന കണ്ടില്ലേ. അപ്പോൾ അവരൊരു പുഴയുടെ പേര് നീലേശ്വര പുഴ അങ്ങനെ അവർ പറഞ്ഞത്. ഞാൻ അവിടെ ചോദിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ. ഒരു നീലേശ്വര പുഴ എന്നാണ് പറഞ്ഞത്. നല്ല ഫാസ്റ്റായിട്ട് ഒഴുകുക. ഒന്നാമത് മഴയും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഇവരിവിടെ തകർത്ത്. ഇതൊരു സെറ്റാട്ടോ, ഇനി വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇവരുടെ ആയിരുന്നു രാവിലെ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ വേറെ 2-3 പാർട്ടിക്കാർ അവിടെ സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ. നമ്മുടെ നാട്ടിലിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളല്ലയോ. അപ്പോൾ എന്തായാലും സന്തോഷമായി. എത്ര രൂപയായി കാണും ഇവർക്ക്.
കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. ഇവരെല്ലാം ഓടുന്ന കണ്ടു കുടയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അവർ കരുതി നിന്നേ കേട്ടോ. മഴക്കോള് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ആ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ മൺസൂൺ. അതേത് തുള്ളിക്കൊരുക്കിടം വെച്ചിട്ട് ഇങ്ങനെ മഴയാണ്. അപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇറങ്ങുക. നമ്മുടെ റൂമിൻ്റെ പുറത്താണ്. ഇവിടെയൊക്കെ കല്യാണ പാർട്ടികൾ തന്നെ കേട്ടോ. കാരണം ഞങ്ങൾ കണ്ടു ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ താഴോട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അല്ലാതെ വേറെയും ഏരിയ ഉണ്ട് കേട്ടോ ഇവർക്കൊക്കെ ഉള്ള. താഴെ എന്തോ വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റിപ്പോകരുത്. ഇത് പക്ഷേ നമ്മുടെ സ്വന്തം നമ്മുടെ റൂമിൻ്റെ പാക്കേജിൻ്റെ കൂടെ ഉള്ള കേട്ടോ. ഒരുപാട് നാടൻ ഫുഡുകൾ ഉണ്ടായിരുന്നു. ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പുട്ട്, കടല, പിന്നെ അല്ലാതെ ബ്രെഡ് ഓംലേറ്റ്, പൈനാപ്പിൾ ജ്യൂസ്, ചായ, എന്ത് വേണമെങ്കിലും. ഞാൻ 2 ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സേവ് ദ ഡേറ്റ്. ഞാൻ പിന്നെ ഒരുപാട് അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ വെച്ചാൽ കൂടുതൽ എടുത്തില്ല കേട്ടോ. അവർ എക്സ്ക്ലൂസീവായിട്ടൊക്കെ എടുക്കും. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ആംബിയൻസ് കേട്ടോ. ശ്രീഗോകുലം റിസോർട്ട് എന്നാണ്. ഞങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ്. കാരണം നമ്മൾ എന്തായാലും ഒന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാസർഗോഡ് വരുന്നതും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് താഴെ ഇങ്ങനെ നോക്കുമായിരുന്നു ആളുകളൊക്കെ ഇങ്ങനെ ഒരുങ്ങി പോകുന്നതും. പിന്നെ അവരെയൊന്നും ഞാൻ അവരുടെ പ്രൈവസിയെ മാനിച്ച് ഞാൻ ആരെയും എടുത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറപ്പെടുക. ഇതൊക്കെ കല്യാണ പാർട്ടികളുടെയും എൻഗേജ്മെൻറ്റ് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ സംഭവം. നല്ല സ്റ്റേ ആയിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഫുഡും കാര്യങ്ങളും, നല്ല ആളുകളും. അവരുടെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ നിന്ന് ഒത്തിരി വ്യത്യാസമായിരുന്നു. കാസർഗോഡ് നീലേശ്വരം ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാടെന്ന് വെച്ചാൽ അത് വേറെ ലെവലാട്ടോ. നമ്മുടെ നാടിൻ്റെ ഭംഗി. ഞാൻ ഗോവ നമ്മുടെ നാട് പോലെയാണെന്ന് പറഞ്ഞെങ്കിലും ഭംഗി കൂടുതൽ, അതായത് എന്താ പറയുക, ഐശ്വര്യമുള്ളത് അത് കേരളം തന്നെയാണ്. ഗോഡ്സ് ഓൺ കൺട്രി. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ നല്ല റോഡായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് റോഡൊന്നും അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴക്കാർ ഇങ്ങനെ മൺസൂൺ ട്രെയിനിനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പച്ചപ്പും നമ്മുടെ നാടിൻ്റെ ഭംഗിയും വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നമ്മൾ യാത്ര ചെയ്ത് വന്നെങ്കിലും. പിന്നെ നമ്മുടെ നാട്ടിൽ ആ ഫുഡും കൂടെ കഴിച്ചപ്പോഴേ എന്തൊരു ആശ്വാസമായിരുന്നെന്നറിയാമോ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ മഴക്കോളുണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല മഴയും പെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ മഴയും ആസ്വദിച്ചുകൊണ്ട് എന്തായാലും നാടെത്തിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.